ഹലോ ഓൾ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ബലേനോയുടെ പുതിയ മോഡലിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിരത്തിലിറങ്ങി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ഏറെ ജനശ്രദ്ധ പിടിച്ചു പറ്റുകയും അതുപോലെ തന്നെ ഒട്ടേറെ വിൽക്കപ്പെടുകയും ചെയ്ത ഒരു മോഡൽ തന്നെയാണ് ബലേനോ. ന്യൂ ബലേനോ എന്ന ലേബലിലാണ് മാരുതി ഇതിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ഇന്റീരിയറിലായാലും എക്സ്റ്റീരിയറിലായാലും കാര്യമായ മാറ്റങ്ങൾ തന്നെ വരുത്തിയിട്ടുണ്ട്. സോ ബലേനോയിൽ തന്നെ ഏറ്റവും വിൽക്കപ്പെടുന്ന വേരിയന്റായ ഡെൽറ്റ വേരിയന്റിനെയാണ് ഞാൻ ഈ റിവ്യൂയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എന്ന് കാണാം. ഇതൊരു മിഡിൽ ഓപ്ഷൻ വേരിയന്റ് ആണ്. എന്നാലും ടോപ്പ് എൻഡ് മോഡലുകളിൽ മാത്രം കണ്ടുവരുന്ന കുറച്ച് ഫീച്ചേഴ്സുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ മിഡിൽ ഓപ്ഷൻ വേരിയന്റിനെ, അതും പ്രൈസിൽ മാറ്റം വരുത്താതെയാണ് മാരുതി സുസുക്കി പുറത്തിറക്കിയിരിക്കുന്നത്. ആദ്യം തന്നെ മുൻവശത്തുള്ള ഈ ഗ്രില്ലിനെ പറ്റി പറയാം. ഗ്രില്ലിന് വരുന്ന ഈ ക്രോം ബോർഡറിനെ കുറച്ചുകൂടി വിടുത്ത് കൂട്ടി ഷാർപ്നെസ് ഒക്കെ കുറച്ച് സ്മൂത്താക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയൊരു ഡിസൈനിലുള്ള ബമ്പറാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലോ ബീമും ഹൈ ബീമും പ്രൊജക്ടർ തന്നെയാണ്. അതിൻ്റെ താഴെയായിട്ട് മാനുവലി ഓഫ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പും ഉണ്ട്. താഴേക്ക് വരുമ്പോൾ ഈ എയർ ഡാമിൻ്റെ ഷേപ്പിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പിൻ്റെ ഈ ഏരിയയും മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി അകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളറിലുള്ള ഒരു പുതിയ ഫാബ്രിക് സീറ്റ്സ് ആണ്. അതേ നിറങ്ങൾ തന്നെ ഡോർ പാഡിലും കൊടുത്തിട്ടുണ്ട്. ഇനി മനോഹരമായൊരു ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. വളരെ സ്മൂത്തായി വോളിയം അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈസി ആയിട്ട് തന്നെ. ഇനി താഴേക്ക് വരുമ്പം ഓട്ടോമാറ്റിക് AC കൺട്രോൾസ് വരുന്ന ഈ ഭാഗത്ത് പുതിയ നിറങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ ബലേനോയിൽ വന്ന മാറ്റം. കണ്ണൂരിന് എക്സൈൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, ബുക്കിങ്ങിനും അതുപോലെ തന്നെ എൻക്വയറിക്കും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.